6 വയസ്സിൽ വിഷ്ണുമൂർത്തിയായിട്ട് കിട്ടുന്ന തെയ്യം. അത് ആഴ്ചവത്ത് ശാസ്ത്രപ്പങ്കാവിലാണ് ആദ്യമായിട്ട് ഞാൻ ഈ വിഷ്ണുമൂർത്തിയുടെ കോലം കെട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. ഒരിക്കലും അത് കലയായിട്ട് കാണാൻ നമുക്ക് ആവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് കാലം മുതലേ നമ്മുടെ പൂർവികന്മാർ അനുഷ്ഠിച്ചു കൊണ്ട് നടന്ന ഒരു ദേവകർമ്മമാണ്. തോറ്റങ്ങളിലൂടെ ദൈവത്തെ ആമാഹിച്ച് വരവിളികളിലൂടെ മണ്ണിലേക്കിറങ്ങുന്ന ദൈവകോലങ്ങളുടെ ഐതിഹ്യ പെരുമ. ഒറ്റക്കോലത്തിന് ശേഷം ആഴ്ചകളോളം കരിചുമച്ചു തുപ്പുന്ന കഠിനമായ ജീവിത സാഹചര്യങ്ങൾ. തെയ്യം എല്ലാ തെയ്യത്തിനും അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. പ്രയാസം തോന്നിയതെന്ന് ഒറ്റക്കോലം വിഷ്ണുമൂർത്തിൻ്റെ തീച്ചാവണ്ടി, അതായത് ഒരു 10-21 തിരി ഓല തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച് കെട്ടി, അത് ഒരു വലിയൊരു ഭാരമായിരിക്കും ഈ തെയ്യമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത്. തെയ്യം കലാകാരന്റെ വിയർപ്പിനും കണ്ണീരിനും ആരു വിലയിടും? സമത്വത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് തെയ്യത്തിന്റെ ഓരോ കഥയും. കലയ്ക്കും അതിജീവനത്തിനുമിടയിലെ ഒരു കലാകാരന്റെ ആത്മസംഭാഷണം. ബാബു പണിക്കർ സംസാരിക്കുന്നു. സെൽഫ് പോർട്രേറ്റ്. ശനിയാഴ്ച രാത്രി 7:30 കേരള വിഷൻ ന്യൂസിൽ.